ഞാനിന്നിവിടെ ഷെയർ ചെയ്യാൻ പോകുന്നത് എല്ലാ വീട്ടമ്മമാർക്കും തന്നെ നമ്മുടെ ഡെയിലി ലൈഫിൽ യൂസ്ഫുൾ ആവുന്ന കുറേ നല്ല ടിപ്സ് ആൻഡ് ട്രിക്സ് ഒക്കെ കളക്ട് ചെയ്തിട്ടാണ് കേട്ടോ. കുറേ സമയമൊക്കെ നിന്ന് കഷ്ടപ്പെട്ട് ചെയ്യുന്ന ജോലികളൊക്കെ സിമ്പിളായിട്ടുള്ള ടിപ്സൊക്കെ യൂസ് ആക്കി കഴിഞ്ഞാൽ നമുക്കത് പെട്ടെന്ന് ചെയ്ത് തീർക്കാനായിട്ട് സാധിക്കും. അങ്ങനെയുള്ള കുറേ നല്ല ടിപ്സൊക്കെ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതേപോലെ തന്നെ നമ്മൾ ചെറിയുള്ളി കൊണ്ടുള്ള നല്ല 2 ടിപ്പും കൂടെ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ. നമ്മൾ കറി വയ്ക്കാൻ മാത്രമല്ല, ഇതുകൊണ്ടുള്ള വേറെ 1-2 ടിപ്പും കൂടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ അത് ആദ്യത്തെ ടിപ്സ് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഉപ്പൊക്കെ വാങ്ങുന്ന സമയത്ത് നമ്മൾ റോക്ക് സോൾട്ടൊക്കെ വാങ്ങുമ്പോൾ ഇതുപോലെ സിപ്ലോക്ക് കവറിലായിരിക്കും നമുക്ക് ഉപ്പൊക്കെ കിട്ടുക. ഇത് മാത്രമല്ല, വേറെ ചില സാധനങ്ങളൊക്കെ നമ്മൾ വാങ്ങുമ്പോൾ ഇതുപോലെ സിപ്ലോക്ക് കവറായിട്ടുള്ളതിൽ നമുക്ക് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ആ ഒരു കവറ് ആവശ്യം എടുത്തതിന് നമ്മൾ ആ ഒരു എന്താണോ വാങ്ങിച്ചിരിക്കുന്നത് അത് നമ്മൾ വേറെ വല്ല കണ്ടെയ്നറിലാക്കിയിട്ട് നമ്മളത് കവർ കളയാതെ നമുക്കത് റീയൂസ് ചെയ്യാനായിട്ട് സാധിക്കും കേട്ടോ. ഇതിപ്പോൾ ഞാൻ നെല്ലിക്കയും അതുപോലെ കറിവേപ്പിലയും കൂടെ മിക്സിയിലിട്ട് നന്നായി ഒന്ന് അടിച്ച് അതിൻ്റെ നീരെടുത്ത് ഞാനിതുപോലെ ഐസ് ട്രേയിൽ ഒഴിച്ച് വെച്ചിരിക്കുന്നതാണ് കേട്ടോ. അത് നമുക്ക് ഒരുപാട് നല്ലതാണ്, ഹെൽത്തിന് നമുക്കിത് വളരെ നല്ലതാണ് കേട്ടോ. നമുക്ക് ഷുഗർ ലെവൽ നോർമലാക്കാനും അതുപോലെ കണ്ണിനും മുടിക്കും ഒക്കെ വളരെ നല്ലതാണ്. അപ്പോൾ ഞാൻ എപ്പോഴും ഇതുപോലെ ആക്കി വെക്കാറുണ്ട്. എന്നിട്ട് ഇത് ഞാൻ ഇത് ഒരു ഗ്ലാസ് വെള്ളത്തിലിട്ടിട്ട് നമ്മളിത് ജ്യൂസായിട്ട് നമുക്ക് കുടിക്കാം. ഉപ്പിട്ടിട്ട് നമുക്ക് ജ്യൂസായിട്ട് കുടിക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇതിനെ ഞാനിത് കണ്ടില്ലേ, ഇതുപോലെ ഈ ഒരു കവറിനകത്തിട്ടിട്ട് ഇതുപോലെ ഒന്ന് ലോക്കാക്കിയിട്ട് നമ്മൾ ഫ്രീസറിനകത്ത് നമുക്ക് വെക്കാൻ പറ്റും. അപ്പോൾ ഫ്രീസറിനകത്ത് നമുക്ക് ഒരുപാട് സ്ഥലം ലാഭിക്കാനും സാധിക്കും. ഇങ്ങനെയുള്ള കവർ നമുക്ക് യൂസ് ചെയ്യുമ്പോൾ പുറത്തേക്കൊന്നും കറക്റ്റായിട്ട് ലോക്ക് ചെയ്തിരിക്കുകയും ചെയ്യുമല്ലോ. അപ്പോൾ നിങ്ങളിതുപോലെ ഒന്ന് ട്രൈ ചെയ്യുക കേട്ടോ. ഇനിയിപ്പോൾ അടുത്തതായിട്ടുള്ളൊരു ടിപ്പ് എന്താണെന്ന് വെച്ചാൽ, നമ്മളിതുപോലെ പാക്കറ്റിൽ ഓയിലൊക്കെ വാങ്ങുന്ന സമയത്ത് അത് പൊട്ടിച്ചൊഴിക്കുന്ന സമയത്ത് കുറച്ചെങ്കിലും താഴെ പോവാതിരിക്കില്ല കേട്ടോ. അപ്പോൾ നമ്മൾ കുറച്ച് കെയറായിട്ടൊക്കെ ഒഴിക്കും. ഇപ്പോൾ നമ്മുടെ മക്കളോടൊക്കെയാണ് പറയണതെങ്കിൽ അവർ എന്തായാലും ഇതിൻ്റെ ഒരു കുറച്ചെങ്കിലും കളയാതെ ഇരിക്കില്ല. അപ്പോൾ നമ്മളതൊന്നും കളഞ്ഞു പോവാതെ നമുക്ക് ഇരിക്കാനായിട്ട് ആദ്യം അതിൻ്റെ മേലെ ഭാഗം ഒന്ന് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് ഒരു ചെറിയൊരു പീസ് കുറച്ച് ഒരുപാട് ചെറുതും അല്ല, ഇത്തിരി വലുതായിട്ട് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുക കേട്ടോ. നമ്മൾ ഫണലായിട്ട് നമുക്ക് ഉപയോഗിക്കാനായിട്ടാണ് നമ്മൾ ഇത് ചെയ്യുന്നത് കേട്ടോ. അതായത് നമ്മളിപ്പോൾ എണ്ണയും നമ്മൾ എന്തെങ്കിലുമൊക്കെ ഓയിൽ ഒഴിക്കും, ഇതുപോലൊന്നും നമുക്ക് പ്ലാസ്റ്റിക്കിൻ്റെ നമുക്ക് വാങ്ങിക്കാനായിട്ട് കിട്ടും ഫണൽ. അപ്പോൾ അതൊന്നും വേണ്ട കേട്ടോ. നമ്മൾ ഇതുപോലൊന്ന് കട്ട് ചെയ്തിട്ട് ഇങ്ങനെ ആ കുപ്പിയുടെ മുകളിൽ ഇങ്ങനെ ഒന്ന് വെച്ച് കൊടുക്കുക. അതിന് ശേഷം നമ്മൾ ഇതുപോലെ ഒഴിച്ചു കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരല്പം പോലും താഴെ പോവാതെ നമുക്ക് എണ്ണ മുഴുവനായി തന്നെ നമുക്ക് ഒഴിക്കാനായിട്ട് നമുക്ക് സാധിക്കും കേട്ടോ. ഇപ്പോൾ ഞാനൊരു പാത്രത്തിൽ ഇങ്ങനെ മാറ്റി വെച്ചത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഈ ഒരു കവർ പൊട്ടിച്ചിട്ട് നമ്മൾ താഴെ വെച്ച് കഴിഞ്ഞാൽ ചരിഞ്ഞിട്ടാണെന്നുണ്ടെങ്കിലും എണ്ണ പോവും. അപ്പോൾ അങ്ങനെ പോവാതിരിക്കാനായിട്ട് നമ്മൾ ഈ ഒരു രീതിയിൽ നമുക്ക് ഒരു വലിയൊരു പാത്രത്തിനകത്ത് ഈ ഒരു പാക്കറ്റ് നമ്മൾ ഇറക്കി വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരല്പം പോലും പുറത്ത് ചരിഞ്ഞു പോവില്ല. അപ്പോൾ നമ്മൾ എണ്ണ വാങ്ങുന്ന എണ്ണ ഫുള്ളായി തന്നെ നമുക്ക് കളയാതെ നമുക്ക് ഒരു ബോട്ടിലാക്കി വെക്കാനായിട്ട് സാധിക്കും കേട്ടോ. പാക്കറ്റ് നമ്മൾ കട്ട് ചെയ്യുന്ന സമയത്ത് കുറച്ചും കൂടെ നീളത്തിൽ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ ഇത് ആവശ്യം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിത് കളയാനും ഒക്കെ നമുക്ക് സൗകര്യമാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ എണ്ണയൊക്കെ വാങ്ങുന്ന സമയത്ത് ഈ ഒരു രീതിയിൽ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. എങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മളെ മക്കളോടാണെന്നുണ്ടെങ്കിലും ഓയിൽ പാക്കറ്റ് നമ്മൾ പൊട്ടിച്ചിട്ട് നമ്മൾ ബോട്ടിലാക്കാനായിട്ട് നമുക്ക് പറയാനായിട്ട് സാധിക്കും കേട്ടോ. അപ്പോൾ നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്യുക. ഇനിയിപ്പോൾ അടുത്തതായിട്ടുള്ള ടിപ്പ്, നമ്മുടെ വീട്ടിൽ ഇതുപോലെ ചീർപ്പൊക്കെ ഉണ്ടാവും, അതുപോലെ തന്നെ അഴുക്കൊക്കെ പിടിച്ചിട്ടുള്ള ചീർപ്പ്. ഇതിപ്പോൾ നമ്മൾ ഹെന്ന അപ്ലൈ ചെയ്തിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് മുടി ഒന്ന് ചീകി ഒന്ന് ഒതുക്കിയതാണ് കേട്ടോ. നമ്മളിപ്പോൾ ഇരുമ്പ് ചീനിച്ചട്ടിയിലൊക്കെ നമ്മൾ ഹെന്ന മിക്സ് ചെയ്ത് വെക്കുമ്പോൾ നല്ല ബ്ലാക്ക് കളറായിട്ട് കിട്ടുമല്ലോ. അപ്പോൾ നമ്മളൊന്ന് ജസ്റ്റ് അപ്ലൈ ചെയ്തതിന് ശേഷം ചീർപ്പ് ജസ്റ്റ് ഒന്ന് ആക്കി വെച്ചതാട്ടോ. പിന്നെ അത് കഴുകാൻ വിട്ടുപോയി. അപ്പോൾ അത്രത്തോളം അതിൽ ഹെവി ആയിട്ട് നല്ല പോലെ തന്നെ കറുപ്പ് കളറായിട്ട് ഈ ഒരു മൈലാഞ്ചിയുടെ ഇതാണ് നമുക്കതിൽ കാണുന്നത്. ഇതുപോലെ എത്ര അഴുക്ക് പിടിച്ചതാണെന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് ക്ലീൻ ആക്കി എടുക്കാനായിട്ട് നമ്മൾ സോപ്പിട്ട് കഴുകുക അങ്ങനെയൊന്നും ചെയ്യേണ്ട കാര്യമില്ല കേട്ടോ. നമ്മളിതുപോലെ കുറച്ച് അപ്ലൈ ചെയ്യുന്ന പൗഡർ ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ പൗഡർ തന്നെ വേണമെന്നില്ല, കുറച്ച് മൈദാപ്പൊടി ഇട്ട് കൊടുത്താലും മതി, അല്ലെങ്കിൽ നമുക്ക് കുറച്ച് അരിപ്പൊടി ഇട്ട് കൊടുത്താലും മതി. വേണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി നല്ലതാട്ടോ. അപ്പോൾ നമ്മൾ അത് ഇട്ട് കൊടുത്തിട്ട് ഇതുപോലെ പഴയ ബ്രഷ് എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അതുകൊണ്ട് ഇതുപോലെ ജസ്റ്റ് ഒന്ന് ആക്കി കൊടുത്താൽ മതി. കണ്ടത് ഇങ്ങനെ ആക്കി കൊടുക്കുമ്പോൾ തന്നെ നമുക്ക് ആ ഒരു ബ്രഷിൻ്റെ ആ ഒരു നാരെല്ലാം ഈ ഒരു ചീർപ്പിൻ്റെ ആ ഒരു ഇതിലേക്ക് ഇട്ടിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് വലിച്ചു കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല അടിപൊളിയായിട്ട് നമുക്ക് ക്ലീനാക്കി എടുക്കാനായിട്ട് സാധിക്കും. ഇപ്പോൾ ഇതുപോലെ നമ്മൾ ഇട്ട് കൊടുത്തിട്ട് നമ്മൾ മക്കളോട് പറയുകയാണെന്നുണ്ടെങ്കിലും നമ്മൾ ചീർപ്പ് നമുക്ക് ക്ലീനാക്കി എടുക്കാൻ പറ്റൂട്ടോ. അല്ലാണ്ട് നമ്മൾ സോപ്പ് വെള്ളത്തിലിട്ട് ഉരച്ച് വൃത്തിയാക്കേണ്ട ആവശ്യമൊന്നും വരുന്നില്ല. നമുക്ക് പെട്ടെന്ന് തന്നെ നമുക്ക് ക്ലീനാക്കി എടുക്കാനായിട്ട് നമുക്ക് സാധിക്കും. അതിപ്പോൾ നമ്മൾ അടിപൊളിയായിട്ട് തന്നെ ഇതുണ്ടല്ലേ ചീർപ്പ് നമ്മൾ ക്ലീനാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അതിലൊരു കറുപ്പ് കളറോ ഒരു അഴുക്കോ ഒന്നുമില്ല. അപ്പോൾ നമ്മൾ എപ്പോഴും ചീർപ്പ് എപ്പോഴും നമ്മൾ ക്ലീനാക്കി വെക്കാനായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ. അല്ലെങ്കിൽ നമുക്ക് മുടിയിൽ താരനൊക്കെ വരാനൊക്കെ സാധ്യതയുണ്ട്.
പിന്നെ അടുത്തതായിട്ടുള്ള ഒരു ടിപ്പ് നമ്മൾ തമ്പനയിൽ കണ്ടതുപോലെ തന്നെ ചെറിയുള്ളി വെച്ചിട്ടുള്ള ടിപ്പാണ് കേട്ടോ. ഞാൻ ഒരു പിടി അളവിൽ ചെറിയുള്ളി എടുത്തിട്ടുണ്ട്. അത് ഞാൻ കുറച്ച് സമയം വെള്ളത്തിലിട്ട് വെച്ചിരിക്കുകയാണ് കേട്ടോ. അതിൻ്റെ തോല് പെട്ടെന്ന് പൊളിച്ച് കിട്ടാനായിട്ടാണ്. നമ്മളിപ്പോൾ ഈ ഒരു കാറ്റ് കാലമൊക്കെ ആയിരിക്കുന്നതുകൊണ്ട് വിൻ്റർ സീസണൊക്കെ ആയതുകൊണ്ട് നമ്മളിപ്പോൾ സവോള, വെളുത്തുള്ളി, ചെറിയുള്ളിയൊക്കെ തോല് കളയുമ്പോൾ കുറച്ച് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതിങ്ങനെ ഡ്രൈ ആയിരിക്കുന്നത് കൊണ്ട് നമുക്ക് പെട്ടെന്ന് തോല് കളഞ്ഞെടുക്കാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ അത് പെട്ടെന്ന് തോല് കളഞ്ഞെടുക്കാനായിട്ടും അതുപോലെ കണ്ണ് നീറാതിരിക്കാനും ഉള്ളിയും സവോളയൊക്കെ നേരാക്കുന്ന സമയത്ത് കണ്ണ് നീറാതിരിക്കാനായിട്ടും നമുക്കിതുപോലെ വെള്ളത്തിലിട്ട് കൊടുക്കാം കേട്ടോ. ഒരു 15 മിനിറ്റൊക്കെ ഇട്ട് കൊടുക്കാം. ഇളം ചൂടുള്ള വെള്ളമാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു 10 മിനിറ്റ് സമയമൊക്കെ വെച്ചാൽ മതിയാവും കേട്ടോ. നോർമലായിട്ടുള്ള വെള്ളം ഒഴിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു 15 മിനിറ്റ് സമയം നമ്മളൊന്ന് ഒഴിച്ച് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇത് അതിന് ശേഷം നമ്മളത് ഇതുപോലെ തോല് പൊളിക്കുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ അതിൻ്റെ തോല് നമുക്ക് കളയാനായിട്ട് സാധിക്കും. അപ്പോൾ നിങ്ങളുടെ ചാനൽ ആദ്യമായി കാണുന്ന കൂട്ടുകാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അതേപോലെ തന്നെ എൻ്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണിൽ ഓൾ എന്ന ബട്ടൺ കൂടി എനേബിൾ ചെയ്താൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങൾക്ക് കൃത്യമായിട്ട് കിട്ടുകയുള്ളൂ കേട്ടോ. ഇതാ കണ്ടില്ലേ, നമ്മൾ പെട്ടെന്ന് തന്നെ ഉള്ളി ഒന്ന് തൊലിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത്ര അളവിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇത് എന്തിനാണെന്ന് വെച്ചാൽ ചെറിയുള്ളി നമ്മളിപ്പോൾ കുക്ക് ചെയ്യാനും അതുപോലെ കറി വെക്കണതിലും കറി താളിക്കുന്നതിലാണ് മെയിനായിട്ട് നമ്മൾ ചെറിയുള്ളിയൊക്കെ ഇടുക. ഇത് നമ്മുടെ ഹെൽത്തിന് വളരെ നല്ലതാണ് കേട്ടോ. നമുക്ക് ഇത് അതുപോലെ എണ്ണ തലയിൽ അപ്ലൈ ചെയ്യാനുള്ള എണ്ണ കാച്ചുന്ന സമയത്ത് നമുക്ക് എണ്ണ കാച്ചുന്നതിലൊക്കെ ഈ ചെറിയുള്ളി ഇടണമെന്നുണ്ടെങ്കിൽ മുടി നല്ലോണം താരനൊക്കെ പോയി നല്ല തിക്കോടുകൂടി വളരാനൊക്കെ ഈ ചെറിയുള്ളി ഹെൽപ്പ് ചെയ്യും കേട്ടോ. അതുപോലെ തന്നെ നമുക്കിത് നമ്മുടെ ശരീരത്തിനും വളരെ നല്ലതാണ്. ബ്ലഡ് ശുദ്ധീകരിക്കാനൊക്കെ നമ്മൾ കറിവേപ്പില പോലെ തന്നെ നല്ല ഗുണമാണ് ഈ ചെറിയുള്ളി കൊണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ എപ്പോഴും നമ്മൾ കറിയിലൊക്കെ നമ്മൾ ചെറിയുള്ളി കൂടുതലായിട്ടും ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ ഇത് നമ്മളതിന്ന് കുറച്ചെടുത്തിട്ട് ഇതുപോലെ നല്ലോണം കഴുകണം കേട്ടോ. കഴുകിയെടുത്തതിന് ശേഷം നമ്മളിത് ഇതുപോലെ ഒരു ഇടികല്ലിൽ വെച്ചിട്ട് നമ്മൾ നന്നായി ഒന്ന് ചതച്ചെടുക്കുക കേട്ടോ. നമ്മൾ മിക്സിയുടെ ജാറിലൊന്നും ഇടേണ്ട ആവശ്യമില്ല, തന്നെ ഒന്ന് നമ്മൾ ചതച്ചെടുത്താൽ മതിയാവും കേട്ടോ. ഇത് ചതച്ചെടുത്തതിന് ശേഷം നമുക്കിതിൻ്റെ നീരാണ് ആവശ്യം. അപ്പോൾ നമ്മൾ അത്യാവശ്യം നന്നായി തന്നെ ഒന്ന് ചതയ്ക്കുക. എന്നിട്ട് നമ്മൾ ഒരു അരിപ്പ വെച്ചിട്ട് ഇതിൻ്റെ നീര് മുഴുവനായി തന്നെ നമുക്കൊന്ന് പിഴിഞ്ഞെടുക്കാനുണ്ട് കേട്ടോ. അരിപ്പയിൽ എന്നെ ഇട്ടിട്ട് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ ചെറിയുള്ളിയുടെ ഇതൊന്നും അതിൽ വീഴാതിരിക്കാനായിട്ട് നമുക്ക് അതിൻ്റെ നീര് മാത്രമാണ് ആവശ്യം കേട്ടോ. അപ്പോൾ ഇതുപോലെ നമുക്കൊന്ന് പിഴിഞ്ഞെടുത്തിട്ട് വരാം. നല്ല പോലെ തന്നെ നമുക്ക് പെട്ടെന്ന് അതിൻ്റെ നീര് കിട്ടുകയും ചെയ്യും. നമ്മൾ ആ ഒരു ചെറിയുള്ളി നമ്മൾ കളയണ്ട കേട്ടോ. നമ്മൾ എന്തെങ്കിലും കറി താളിക്കാനായിട്ടൊക്കെ നമുക്ക് ഈ ഒരു ചെറിയുള്ളി നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ഇനി നമ്മൾ അതിൻ്റെ നീര് മാറ്റിയതിന് ശേഷം നമ്മൾ ശരിക്കും ഒരു പിടി അളവിൽ തുളസി ഇല വലിച്ചിട്ടുണ്ട്. അതിൻ്റെ ആ ഒരു തലപ്പ് ഭാഗം കട്ട് ചെയ്ത് എടുത്തതാണ് കേട്ടോ. ആ തണ്ടോടുകൂടി തന്നെയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. എന്നാൽ നല്ലോണം ഒന്ന് കഴുകുക കേട്ടോ. കഴുകിയതിന് ശേഷം അതിൻ്റെ പൂവുണ്ടെങ്കിൽ പൂവെല്ലാം മാറ്റിയിട്ട് നമ്മൾ നന്നായി കഴുകിയിട്ട് ഇതുപോലെ ഒരു ഇടികല്ലിലിട്ടിട്ട് നമുക്കൊന്ന് ഇടിച്ചെടുക്കാം. നമ്മൾ തണ്ടോടുകൂടി തന്നെ നമ്മളിതുപോലെ ഇടിക്കുന്നത് കൊണ്ടുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് നീരെടുക്കാൻ വളരെ സിമ്പിളാണ് കേട്ടോ. നമ്മൾ ഇലകൾ മാത്രം എടുത്തിട്ട് നമ്മൾ ആക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു രീതിയിൽ നമുക്ക് അതിൻ്റെ നീര് മുഴുവനായി കിട്ടില്ല. അതേ സ്ഥാനത്ത് ഇതുപോലെ തണ്ട് യൂസ് ചെയ്തിട്ടാണെന്നുണ്ടെങ്കിൽ നമുക്കതിൻ്റെ തണ്ടും നമുക്ക് നല്ലതാണ് കേട്ടോ. അതാണ്ടില്ലേ, ഇതുപോലെ ആക്കിയിട്ട് നമ്മൾ അതിൻ്റെ നീരെടുക്കുമ്പോൾ പെട്ടെന്ന് നമുക്ക് നീര് കിട്ടുകയും ചെയ്യും. അപ്പോൾ ഇതുപോലെ നമുക്കത് മുഴുവനായി തന്നെ ഒന്ന് പിഴിഞ്ഞെടുത്തിട്ട് വരാം കേട്ടോ. ഇപ്പം നമുക്ക് ആ ഒരു ചെറിയുള്ളിയുടെ ആണെങ്കിലും തുളസിയുടെ ആണെങ്കിലും നീര് നമുക്ക് ശരിക്കും പറയുകയാണെങ്കിൽ 2 ടേബിൾ സ്പൂൺ അളവിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട്, നല്ലോണം കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമുക്കിതിലേക്ക് തേന് ചേർത്ത് കൊടുക്കാം. തേനും നമ്മൾ ചെറുതേൻ തന്നെ ആണെങ്കിൽ അത്രയും നല്ലത് കേട്ടോ. അപ്പോൾ ഇതും കൂടി ചേർത്തിട്ട് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഇപ്പോഴത്തെ ആ ഒരു കാലാവസ്ഥ വെച്ചിട്ട് മിക്ക ആൾക്കാർക്കും പനിയും ഒക്കെ വരുന്നുണ്ട്. പനി വന്നു കഴിഞ്ഞാൽ പിന്നെ ലാസ്റ്റ് നമുക്ക് ചുമ വന്നു കഴിഞ്ഞാൽ അത് വിട്ടുമാറാതെ 1 മാസം 2 മാസത്തോളം നമുക്ക് ആ ചുമ കൊണ്ട് നമ്മൾ വല്ലാണ്ട് അലട്ടുണ്ട്. കുത്തിയുള്ള ചുമയും ചിലർക്ക് ചുമച്ച് ശ്വാസം മുട്ട് വരുന്ന പോലെ ആസ്മയുള്ളവർക്കൊക്കെ അത് കൂടാനും ഒക്കെ സാധ്യതയുണ്ട്. അതുപോലെ ചെറിയ കുട്ടികൾക്കും ചുമ വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് മാറാനൊക്കെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മൾ ഇതുപോലെ രാവിലെ വെറും വയറ്റിൽ ഇതുപോലെ ഒരു നീരുണ്ടാക്കിയിട്ട് കുടിക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ തന്നെ നമുക്ക് ബെറ്റർ ആവും കേട്ടോ. ചെറിയുള്ളി നമ്മുടെ ചുമ മാറ്റാനായിട്ട് വളരെ നല്ലതാണ്. അതുപോലെ തുളസിയും കഫവും എല്ലാം ഇളകിപ്പോവാനും നമുക്ക് പെട്ടെന്ന് ആ ചുമ മാറിക്കിട്ടുകയും ചെയ്യും. ഇനിയിപ്പോൾ നമ്മൾ അതേപോലെ തന്നെ കുറച്ച് ചെറിയുള്ളിയും കൂടെ ബാക്കിയുള്ളതിനെയും കൂടി ഇതുപോലെ ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞാനിത് ഇതുപോലെ കരിപ്പട്ടി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് മാർക്കറ്റിലെല്ലാം തന്നെ അവൈലബിൾ ആണ് കേട്ടോ. കരിപ്പട്ടി എടുത്തിട്ട് ഇതില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ പനങ്കൽക്കണ്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ പനങ്കൽക്കണ്ട് പൊടിച്ച് ചേർത്താലും മതിയാവും കേട്ടോ. അപ്പോൾ ഇത് ചേർത്തിട്ട് നമ്മളിത് ഈ ഒരു ഉള്ളിയിൽ ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇത് നന്നായി മിക്സ് ചെയ്യുമ്പോൾ ഈ ഒരു ഉള്ളിയുടെ ആ ഒരു നീരും ഈ ഒരു കരിപ്പട്ടിയും കൂടെ മിക്സ് ആകുമ്പോൾ കുറച്ച് കഴിയുമ്പോൾ നല്ല ലൂസായിട്ട് നമുക്കൊരു
ലിക്വിഡ് രീതിയിൽ നമുക്ക് കിട്ടും. ലിക്വിഡ് പറഞ്ഞാൽ ഈ കരിപ്പെട്ടി എല്ലാം നല്ല മെൽട്ടായിട്ട് ഈ ഒരു രീതിയിൽ നമുക്ക് കിട്ടും കേട്ടോ. ഇത് നമ്മളൊരു ബോക്സിലാക്കി വെച്ചിട്ട് 2 ദിവസമൊക്കെ നമുക്കിങ്ങനെ ആക്കിയിട്ട് ഫ്രിഡ്ജിനകത്ത് വെച്ചിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. നമ്മൾ കഴിക്കുന്നതിൻ്റെ കുറച്ച് മുമ്പ് പുറത്തെടുത്ത് വെച്ചാൽ മതിയാവും കേട്ടോ. നമ്മളിങ്ങനെ കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ചുമ മാറാനായിട്ട് നമുക്ക് വളരെ ഹെൽപ്പാക്കും. കാരണം ഇങ്ങനെ കുത്തിയുള്ള ചുമയും ഒക്കെ നമുക്ക് മാറാൻ ഇത് വളരെ നല്ലതാണ്. അപ്പോൾ ഇത് 2 നേരം അല്ലെങ്കിൽ 3 നേരമൊക്കെ നമ്മൾ കഴിച്ചാൽ നല്ലതാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു ചുമ വന്നിട്ട് ബുദ്ധിമുട്ടുന്നവർക്കൊക്കെ സ്വിച്ച് ഇട്ട പോലെ തന്നെ ചുമ മാറാനായിട്ട് ഈ 2 റെമഡീസും വളരെ നല്ലതാണ്. അപ്പോൾ നിങ്ങളിതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. യൂസ്ഫുൾ ആകണമെങ്കിൽ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക. അതുപോലെ വീഡിയോയ്ക്ക് നല്ല കമൻറ്റ് ഇടുക കേട്ടോ. നിങ്ങളുടെ നല്ല കമൻറ്റ് വായിക്കുമ്പോഴാണ് എനിക്ക് ഇനിയും വീഡിയോ ഇടാനുള്ള നല്ലൊരു പ്രചോദനം കൂടിയാവുന്നത്. പിന്നെ ഇതേപോലെ തന്നെ അടുത്ത നല്ല ഇൻട്രസ്റ്റിങ്ങും എല്ലാ വീട്ടമ്മമാർക്കും ഒരേപോലെ യൂസ്ഫുൾ ആവുന്ന വളരെ നല്ലൊരു വീഡിയോയിൽ കാണുന്നത് വരേക്കും ബൈ.